നമ്മളൊരു പാത്രത്തിലേക്ക് പൊൻകതിറിൻ്റെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്നാൾക്ക് ആവശ്യമുള്ള ഇതാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങ, നമ്മൾ സാധാരണ പുട്ടിന് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മളെപ്പോഴും ചിരവി എടുക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു 2 പിടി അളവിൽ തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും തന്നെ നമ്മളെപ്പോഴും പുട്ടുപൊടിയൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കറക്റ്റായിട്ട് നനഞ്ഞ് അങ്ങ് ഇരിക്കും. അപ്പോൾ അതിനെ ഞാനിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അത് നമുക്ക് ഈ ഒരു രീതിയിലാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം എന്തെങ്കിലും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്കിതിൽ ചെറിയ പീസാക്കിയിട്ട് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് നമുക്കത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളിത് ആവിയിൽ വെച്ചൊന്ന് വേവിക്കുക. നമ്മൾ നോർമലായിട്ടുള്ള പുട്ട് എപ്പോഴും കുറ്റിപ്പുട്ടും പൊടിപ്പുട്ടൊക്കെ നമ്മളെപ്പോഴും കഴിക്കാറുണ്ടല്ലോ. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനും കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും. ഓരോ ബോൾ എടുത്ത് കഴിച്ചാൽ മതിയാവുമല്ലോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നോർമലായിട്ടുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി മടുത്തുവെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ട് കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ആക്കുമ്പോൾ കഴിച്ചു പോകും കേട്ടോ.